ദർശന ക്ലബിൻ്റെ ഏറ്റവും സജീവമായി പ്രവർത്തിച്ച സെക്രട്ടറിമാരിൽ ഒരാളായ CKP നാസറുമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നാസർ ദർശന ക്ലബിൻ്റെ ആദ്യകാലത്ത് തന്നെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ഒരാളാണല്ലോ. ക്ലബിൻ്റെ രൂപീകരണ കാര്യങ്ങളെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? 1988 ക്ലബിൻ്റെ രൂപീകരണം. ഏതാണ്ട് ഒരു പാലത്തോട് നമ്മളെ ഭാഗത്തുള്ള കുട്ടികൾ ഒക്കെ ചേർന്നിട്ട് ഒരു ചെറിയൊരു കലാപരിപാടി നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫസ്റ്റിൽ ഒരു ക്ലബ്ബ് എന്നുള്ളൊരു ആശയത്തിലെത്തുന്നത്. അതിനോട് സംബന്ധിച്ച് തന്നെ കുറേ സ്പോർട്സ് പരമായിട്ടും കാര്യങ്ങൾ ഒക്കെ നടത്തി അങ്ങനെ ആണ് ക്ലബ്ബ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ മുതിർന്ന ആൾക്കാർ സാക്കിർ, കരീം ഇവരൊക്കെ കൂടിയിട്ടാണ് പറഞ്ഞ് ഇങ്ങനെയാണ് നമ്മൾ രജിസ്ട്രേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ക്ലബിൻ്റെ ഇതിലെത്തി പറഞ്ഞത്. ആദ്യകാലത്തെ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളായിരുന്ന ആ കാലഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങൾ ക്ലബ്ബ് സജീവമായി പ്രവർത്തിച്ച മേഖലകളെ കുറിച്ചൊന്ന് പറയാമോ? അന്ന് ഫസ്റ്റിലായിട്ട് നമ്മൾ ക്ലബ്ബ് രജിസ്ട്രേഷൻ നടത്തുന്ന നമ്മൾ വാച്ച് മേക്കർ ലത്തീഫ് ഇങ്ങനെ ഞങ്ങൾ മലപ്പുറത്ത് പഠിക്കുന്ന സമയത്ത് രജിസ്ട്രേഷൻ നടന്ന് NYKയിൽ അപ്ലിക്കേഷൻ കിട്ടി. ആദ്യമായി നടത്തുന്ന ഒരു പൊതുപരിപാടി നമ്മളെ രക്തഗ്രൂപ്പ് നിർണ്ണയ ക്യാമ്പായിരുന്നു. അത് ആണ് ഫസ്റ്റിൽ വിദ്യാർത്ഥി ആയിക്കുമ്പോൾ ഫസ്റ്റിൽ ഒരു പൊതു രംഗത്ത് ഇറങ്ങിയിട്ടുള്ള ഒരു പരിപാടി നമ്മൾ നടത്തിയായിട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം മറ്റ് പ്രവർത്തന മേഖലകൾ നമ്മൾ പ്രധാനമായും പിന്നെ ഒരുപാട് പ്രവർത്തന മേഖലകൾ വന്ന് നമ്മൾ മെഡിക്കൽ ക്യാമ്പ് നടത്തേക്ക് ആ കാലഘട്ടത്തിൽ തന്നെ ഏതാണ്ട് രണ്ട് വർഷത്തിനിടയ്ക്ക് മെഡിക്കൽ ക്യാമ്പ് മോങ്ങം ടൗണിൽ ശുചീകരണം എന്നുള്ള ഒരു ആശയം തന്നെ നമ്മൾ ദർശന ക്ലബ്ബാണ് മോങ്ങത്ത് കൊണ്ടുവരുന്നത്. ടൗൺ ശുചീകരണം, ബസ് സ്റ്റോപ്പ് പെയിൻറ്റിങ്. മോങ്ങത്തെ സംബന്ധിച്ചിടത്തോളം മോങ്ങത്ത് ക്ലബിൻ്റെ ആശയം അത് പൊതുപ്രവർത്തനത്തിലാണ്, ഒരു കലാപരിപാടി മാത്രമല്ല ഒരു പൊതുപ്രവർത്തനമാണ് എന്നുള്ളത് തെളിയിക്കുന്ന ദർശന ക്ലബ്ബാണ്. അത് മോങ്ങത്തെ എല്ലാ ജനങ്ങളും സമ്മതിച്ചൊരു കാര്യമാണ്. മോങ്ങത്ത് ക്ലബിൻ്റെ കൂട്ടത്തിൽ പൊതുപ്രവർത്തനങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അതിന് മോങ്ങത്തുനിന്നും അതേമാതിരി തന്നെ നമ്മളെ NYK എന്നും മറ്റുള്ള എല്ലാ നിലക്കും മെഡിക്കൽ ക്യാമ്പ്, റോട്ടറി ക്ലബ്ബ് നമ്മൾ സഹകരണത്തിൽ നടത്തിയെന്ന് ഡോക്ടർ റഘുറാം നമ്മളൊക്കെ ചെറിയ പയ്യന്മാരാണ്, വളരെ ചെറിയ കുട്ടികളായ ഇത്രയും വലിയൊരു പരിപാടി നടത്തിയത് പറഞ്ഞ് നല്ല ഇത് പറഞ്ഞ് നല്ല പ്രശംസ തന്നുണ്ട് നമുക്ക്. 1980കളുടെ അവസാനത്തിൽ ദർശന ക്ലബിനെ കൂടാതെ മോങ്ങത്ത് മറ്റ് ക്ലബ്ബുകളുണ്ടായിരുന്നു. ആ ക്ലബ്ബുകൾ അതേപറ്റി ഒന്ന് വിശദീകരിക്കാം. ഈ നമ്മുടെ ദർശന ക്ലബ്ബ് രൂപീകരിച്ച സമയത്ത് തന്നെ വന്നതാണ് നാഷണൽ ക്ലബ്ബ്. നമ്മളെ രജിസ്ട്രേഷൻ്റെ ഒപ്പം തന്നെ അവർ രജിസ്റ്റർ ചെയ്ത് അങ്ങനെ വന്ന് അത് തുടങ്ങുന്ന സമയത്ത് എല്ലാവരും അങ്ങ് തൽക്കാലമായിട്ട് ഒരു ക്ലബ്ബായി ആശയമായിരുന്നു. പിന്നീട് അത് രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ അവർക്ക് ഉണ്ടായി. അങ്ങനെ രാഷ്ട്രീയപരമായിട്ടായി. പിന്നീട് അതൊരു വിഭജിച്ചു, രണ്ടാമതൊരു ക്ലബ്ബ് വന്നു. അത് വിഭാവന പറഞ്ഞ ഒരു മറ്റൊരു ക്ലബ്ബായി. ആ ക്ലബ്ബ് ഇതേപോലെ രാഷ്ട്രീയത്തിൻ്റെ പിൻബലത്തോടെ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ പ്രവർത്തനം പൊതുമേഖല പൊതുകാര്യങ്ങളിലൊന്നും പ്രവർത്തിക്കാനുള്ള ഇത് എത്തിയില്ല. അങ്ങനെ അപ്രതീക്ഷയായി എന്നുള്ളതാണ് ഇന്നത്തെ ഓർമ്മ. ക്ലബിൻ്റെ പ്രവർത്തന കാലഘട്ടങ്ങളിൽ ചരിത്രത്തിൽ ക്ലബിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും നന്നായി പ്രവർത്തിച്ച സെക്രട്ടറിമാരിൽ ഒരാളായിട്ടാണ് CKP നാസറിൻ്റെ പേര് രേഖപ്പെടുത്തിയിട്ടുള്ളത്. താങ്കളുടെ ഭരണ കാലഘട്ടങ്ങളിൽ ക്ലബിൽ കൊണ്ടുവന്ന പ്രവർത്തനങ്ങളോ അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഏറ്റവും നന്നായി പ്രവർത്തിച്ചെന്ന് നിങ്ങൾ പറഞ്ഞ് എനിക്ക് അങ്ങനെ ഇതായി തോന്നണില്ല. നമ്മൾ അന്നത്തെ നമുക്ക് വലിയ ഉപദേശം തന്ന അൽബിക്കുട്ടി, അതേപോലെ തന്നെ ഷിഹാബ്, മറ്റുള്ളവരൊക്കെ പറഞ്ഞ് മലപ്പുറത്തായത് കാരണം ഞാൻ മലപ്പുറത്ത് പഠിക്കുന്ന കാരണം ഇടയ്ക്ക് NYK നെഹ്റു കേന്ദ്രത്തിൽ പോകാനുള്ള അവസരം കിട്ടി. ആ സമയത്ത് അവർ പറഞ്ഞ് ഇങ്ങനെ ഓരോ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞു അത് നമ്മളെ നാട്ടിൽ ചെയ്യാൻ വേണ്ടി നമ്മളെ കുട്ടിയോട് ആ ഒരു പ്രവർത്തനത്തിൻ്റെ ആയിട്ട് കുറേ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. അല്ലാതെ നമ്മളതായിട്ടുള്ള ഒരു കഴിവ് ആണ് എന്നുള്ള നമുക്ക് തോന്നിയിട്ടില്ല. അത് അങ്ങനെ അന്നത്തെ ആ സംഘടനാ ശക്തി അതിന് പരമായിട്ടുണ്ടായ ഒരു വിജയമാണ്. പിന്നെ പ്രവർത്തനങ്ങൾ എല്ലാ കലാപരിപാടിയിൽ നമ്മളെ ക്ലബ്ബ് നടത്തിയ ഒരു കലാപരിപാടിയിട്ട് സോങ് ആൻഡ് ഡ്രാമ ഗ്രൂപ്പിനൊക്കെ കൊണ്ടുവന്ന് ഒക്കെ നല്ല പരിപാടിയാണ്. മോഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും നല്ല അഭിപ്രായമുള്ള പരിപാടിയാണ്. വിദ്യാർത്ഥികളായിരുന്നുവെങ്കിലും അന്നത്തെ ദർശന ക്ലബിൻ്റെ പ്രവർത്തനം ശ്രദ്ധേയമായിരുന്നു എന്നാണ് വിവരം. അത്തരം പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് സഹായമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആരൊക്കെയായിരുന്നു?
മുതിർന്ന ആളുകൾ മുതിർന്ന് നമുക്ക് വേണ്ട ഉപദേശങ്ങൾ തന്നതിന് ആളുകൾ ഒന്ന് NYK ഉള്ള കോർഡിനേറ്റർ ഹംസാത്തായി ആൾ മരിച്ചുപോയി. പിന്നെ കുഞ്ഞുമുഹമ്മദ്, യൂത്ത് കോർഡിനേറ്റർ കുഞ്ഞുമുഹമ്മദ്. പിന്നെ നമ്മളെ നാട്ടിൽ തന്നെയുള്ള നമ്മളെ ഫസ്റ്റ് തന്നെ നമ്മളെല്ലാ പരിപാടിയും വിളിച്ച് നമുക്ക് ഉദ്ഘാടനം ചെയ്യാനും നമ്മളെ പന്തളി സ്പോർട്സ് കാര്യങ്ങളൊക്കെ ആയിരുന്ന കുഞ്ഞാക്ക, ബി കുഞ്ഞു, കുനിയങ്ങളിലുള്ള ആലിയാപ്പു, അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് നമ്മളെന്നും എപ്പോഴും സപ്പോർട്ട് ചെയ്തതിന് ഒരു പ്രഥമ വ്യക്തിയാണ് നാണി. എന്ത് നോട്ടീസ് എന്ത് കാര്യം നമ്മൾ പറയണമെങ്കിലും അത് ഞാൻ സ്പോൺസർ ചെയ്തു എന്ന് പറഞ്ഞ എന്താണ് ഇന്ന് പരിപാടി പോലും അന്വേഷിക്കാതെ അത് സ്പോൺസർ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് നാണി. പിന്നെ കാര്യങ്ങളൊക്കെ ഉപദേശിക്കുന്ന മദനി, സി മുഹമ്മദ് മദനി. പിന്നെ അതുപോലെ തന്നെ മറ്റ് മോങ്ങത്ത് സാമ്പത്തികമായിട്ട് ഒരുപാട് ആൾക്കാർ നല്ല സഹകരണം ചെയ്തിട്ടുണ്ട്. പേരെടുത്ത് പറയണില്ല, ഒരുപാട് ആളെല്ലാവരും നല്ല സഹകരണമാണ്. ഇതൊക്കെ ക്ലബിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ മറക്കാനാവാത്തതോ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നതായ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ക്ലബ്ബ് നല്ല 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 നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഭയങ്കര സ്പോർട്സ് പരമായിട്ടൊക്കെ നല്ല ക്ലബ്ബ് മുന്നോട്ട് പോകുന്നത് ഒരു TV-ക്ക് വല്ലാണ്ട് അന്നത്തെ സാമ്പത്തിക നില ഒരു TV വാങ്ങാനുള്ള ശക്തി ക്ലബിന് ഉണ്ടായില്ല. ഞങ്ങളുടെ പോക്കറ്റിൽ നിന്നും തുച്ഛമായ മാസവരുമാനം കൊണ്ട് എടുത്തു പോകുന്നൊരു ക്ലബ്ബാണെന്ന്. ആ സമയത്ത് ഞങ്ങൾ ഒരു അപേക്ഷ ജില്ലാ ഇൻഫർമേഷൻ സ്പോർട്സ് കൗൺസിലിൻ്റെ ഒരു ഫണ്ട് മുഖാന്തരം നമുക്കൊരു TV അന്ന് ഇങ്ങനെ അപേക്ഷ കൊടുക്കാറുണ്ട്. അങ്ങനെ ആ അപേക്ഷ കൊടുത്ത സമയത്ത് ആ TV നമുക്ക് പാസ്സായിന്ന് ഇൻഫർമേഷൻ ഓഫീസിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭിച്ചു. ആ വിവരം കിട്ടിയ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇൻഫർമേഷൻ ഓഫീസിൽ പോയി രണ്ടാമത് ചെന്ന സമയത്ത് ആ TV അങ്ങനെ ഒരു അപേക്ഷ പോലും കൊടുക്കാത്ത മറ്റൊരു ക്ലബ്ബ്, രാഷ്ട്രീയ സ്വാധീനം മുഖാന്തരം ആ ക്ലബ്ബ് മറ്റൊരു ക്ലബിനത് പോയി അന്നത്തെ ജില്ലാ കൗൺസിലിൻ്റെ സ്വാധീനപ്രകാരം ആ TV നമുക്ക് നഷ്ടപ്പെട്ടായിട്ട് വിവരം കിട്ടി. തിരിച്ച് ഞങ്ങളത് ചെന്ന് അന്വേഷിച്ചെങ്കിലും കൂടിയിട്ട് ഞങ്ങളോട് വളരെ സങ്കടകരമായിട്ടാണ് അവർ പറഞ്ഞു വിട്ടത്. നമുക്ക് നഷ്ടപ്പെട്ടു. ആ ഒരു സംഭവം ഭയങ്കര വിഷമമായിട്ടുണ്ട്. നമ്മളെ കാലഘട്ടത്തിൽ ഉണ്ടായൊരു സംഭവമാണ്. ഇന്ന് ഞാൻ അന്നത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മാനവവിഭവശേഷി മന്ത്രാലയത്തിൽ നിന്ന് ഞങ്ങളെ ക്ലബ്ബ് പ്രവർത്തനത്തിനായിട്ട് ഫണ്ട് അവരനുവദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഇപ്പോൾ TV കൊടുത്ത്. പിന്നെ ഞങ്ങളെ ഇന്നിപ്പോൾ ആ ക്ലബിൻ്റെ പ്രവർത്തനം കൊണ്ടെടുക്കാൻ ഇവിടെ മുൻകാല പ്രവർത്തകരിൽ സാമ്പത്തികമായിട്ട് അത്യാവശ്യം നിലനിന്ന് പോകാനുള്ള ശക്തി ഉള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇന്നൊരു പ്രശ്നമല്ല. ആ കണ്ടീഷനിൽ ഇവിടുന്ന് TV അയച്ചു കൊടുക്കാനുള്ള ഒരു ഫണ്ട് കുറേ മുമ്പ് ഈ ഫണ്ടൊന്നും അനുവദിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെയുള്ള അൽബിക്കുട്ടി മുലൊക്കെ പാടെ ഞാനന്ന് നാട്ടിലാണ് സമയത്ത് ഇവർ ഒരു TV അനുവദിച്ച് തന്ന് അതിനുള്ള പൈസ ഇവിടുന്ന് അയച്ചു തന്ന്. അങ്ങനെ ആ TVൻ്റെ ആ സങ്കടം അന്നാണ് ഞങ്ങൾക്ക് ശരിക്കും തീർന്നത്. ഇപ്പം അത് ഒക്കെ തീർന്ന് അത് ഇതിൻ്റെ ആ രൂപത്തിൽ തന്നെ നടന്നുകൊണ്ട് പോകുന്നുണ്ട്. ദർശന ക്ലബിൻ്റെ പുതിയ തലമുറക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? ദർശന ക്ലബിൻ്റെ പുതിയ തലമുറക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനമാണ്. കാരണം നമ്മൾ ആ ഭാഗത്തു നിന്നുള്ള ഒരു കുട്ടികൾ മോങ്ങത്ത് അങ്ങാടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടന്ന് ഒരു ചീത്തപ്പേരിന് പോകുന്നില്ല. ഇങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗത്തെങ്കിലും നമുക്ക് ഇതിന് അടിത്തറ പാകാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഭയങ്കര അഭിമാനമുണ്ട്. ഇനി പുതിയൊരു ഉപദേശമായിട്ട് കൊടുക്കാൻ ഈ ക്ലബ്ബ് എന്നും നിലനിർത്താൻ പുതിയ തലമുറ ശ്രമിക്കണം. ഇത് എല്ലാ നിലക്കും നമ്മളെ നാടിനും നമ്മളെ ഭാഗത്തുള്ള ജനങ്ങൾക്കും വലിയ ഉപകാരമായിട്ട് വളരും. ഇതിൻ്റെ ഗുണങ്ങൾ നമുക്കിന്ന് നമ്മളെ കുട്ടികളെ ആ ഭാഗത്തേക്ക് പോകാത്ത ആ സന്തോഷമുണ്ട്. അതേമാതിരി ഈ പുതിയ തലമുറക്കും ഇതേ ഒരു അനുഭവം ഉണ്ടാവും. അതിന് വേണ്ടി അതന്നെ കൊടുക്കാനുള്ള മെയിനായിട്ടുള്ള ഉപദേശം.